പരിയാരം മെഡിക്കൽ കോളേജിൽ രോഗികളെ ചികിത്സിക്കുന്നത് തറയിൽ കിടത്തിയാണ്. പനിബാധിതരും അതേപോലെ നെഞ്ചുവേദനയുമായിട്ടൊക്കെ എത്തിയവരും കഴിയുന്നത് വരാന്തയിലാണ്. ആശുപത്രിയിലെത്തിയ രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് ഇങ്ങനെ കിടക്കകൾ നിറഞ്ഞത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു ആശുപത്രിയുടെ അവസ്ഥയാണ്. അങ്ങേയറ്റം ദയനീയ അവസ്ഥയിലായിരിക്കും ആശുപത്രിയിൽ എത്തുക. ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ വരാന്തയിൽ കിടക്കേണ്ട ഒരു ഗതികേടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചികിത്സയൊക്കെ തറയിൽ കിടന്നാണ് എന്നതാണ് വേദനിപ്പിക്കുന്നത്. നമുക്കിപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് ഫെലിക്സ് ചേർന്നുണ്ട്. ഫെലിക്സ്, ഈ ദൃശ്യങ്ങൾ കണ്ടിരിക്കാനാകുന്നില്ല. അത്രയധികം ആളുകളുണ്ട്. ഇവരെല്ലാം തറയിൽ കിടത്തിയാണ് ചികിത്സിക്കുന്നത്. എന്താണ് ആശുപത്രി അധികൃതർ പറയുന്നത്? ഉത്തര മലബാറിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ആശുപത്രിയാണ് കണ്ണൂർ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഈ കിടക്കകൾ നിറഞ്ഞതിനെ തുടർന്ന് രോഗികളെ നിലത്ത് കിടത്തി ചികിത്സിക്കുന്നത്. അപ്പോൾ വാർഡുകളിലൊക്കെ അതിൻ്റെ വരാന്തയിലാണ് ഈ രോഗികൾ കിടക്കുന്നത്. 1, 2, 3, 4 ദിവസമായി ഈ വരാന്തയിൽ കിടക്കുന്നവർ അവിടെയുണ്ട്. ഇപ്പോൾ ട്രിപ്പൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വരാന്തയിൽ കിടക്കുന്ന രോഗികൾക്ക് അവിടെ വെച്ച് തന്നെയാണ് ട്രിപ്പൊക്കെ നൽകുന്നത്. അങ്ങനെ ധാരാളം രോഗികൾ ഈ വാർഡുകൾക്ക് പുറത്ത്, അതായത് വരാന്തയിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തി ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇവിടെ എത്തി, അപ്പോൾ കിടക്കകളില്ല എന്ന് പറഞ്ഞു. പിന്നീട് സ്വകാര്യ ആശുപത്രി ഒന്നെങ്കിൽ ആശ്രയിക്കണം, അത് സാധിക്കാത്തത് കൊണ്ട് ഇവിടെ ഇങ്ങനെ കഴിയുന്നു എന്നതാണ്. അപ്പോൾ രാത്രി അടക്കം അവിടെ ഉള്ള ഒരാൾ തൊട്ടപ്പുറത്ത് കുറച്ച് ഈ മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ ഉള്ള, അല്ലെങ്കിൽ പഞ്ഞി പോലുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്. അതിൻ്റെ മുകളിലൊക്കെയായാണ് രോഗികൾ കിടന്നുറങ്ങുന്നത്. കാരണം ഈ തറയിൽ കിടന്ന് ഈ നടുവേദനയും മറ്റും എടുക്കുന്ന സമയത്താണ് ഇവർ ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി അപ്പുറത്തേക്ക് പോയി ഈ പഞ്ഞിയൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന പെട്ടിക്ക് മുകളിലൊക്കെ കിടന്ന് ഉറങ്ങേണ്ട ഒരവസ്ഥയിൽ കാര്യങ്ങൾ ഉള്ളത് എന്നതാണ്. അത് വളരെ ദയനീയമാണ് കാഴ്ചകൾ. എത്രയും പെട്ടെന്ന് ഇപ്പോൾ കിടക്കകൾ നിറഞ്ഞതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ആശുപത്രി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. 1000-ഓളം കിടക്കകളാണ് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലുള്ളത്. അത് നിറഞ്ഞു എന്നതാണ്. പക്ഷേ ഇതൊരു പനി സീസൺ അല്ല. സാധാരണ പനി സീസണിലാണ് ഇത്തരം രോഗികൾ കൂടുതലായി എത്തുക. പക്ഷേ ആശുപത്രി അധികൃതർ പറയുന്നത് രോഗികൾ കൂടുതലായി എത്തുന്നുണ്ട് എന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ ഒരു നെഞ്ചുവേദന അനുഭവപ്പെട്ട ഒരാൾ വന്നിരുന്നു. അപ്പോൾ അയാൾക്കും അവിടെ ബെഡില്ല. അങ്ങനെ പുറത്ത് കിടക്കേണ്ട അവസ്ഥ. പനി പിടിച്ച് 2, 3, 4 ദിവസമായി എത്തിയവരും അഡ്മിറ്റായി ഈ വരാന്തയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു രോഗിയോട് നമ്മൾ സംസാരിച്ചപ്പോൾ അയാൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ബെഡില്ല, അപ്പോൾ അതുകൊണ്ടാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. പരിയാരം മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ അവിടെയും ബെഡില്ല. അങ്ങനെ പുറത്ത് കിടക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫെലിക്സ്, ആ ദൃശ്യങ്ങൾ കണ്ടിരിക്കാനാകില്ല. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മൾ കാണുന്നത്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. ഒരു ആശുപത്രിയുടെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. വളരെ ദയനീയാവസ്ഥയിലാണ് ആശുപത്രിയിലേക്ക് ആളുകൾ എത്തുക. അങ്ങേയറ്റം ശാരീരികമായി അവശതയുള്ള ഒരു സമയത്താണ് ആശുപത്രിയിലേക്ക് ആളുകൾ എത്തുന്നത്. രോഗം മൂർച്ഛിച്ച ആളുകൾ ഉണ്ടാകും. അപ്പോൾ ഇവരെല്ലാവരും ഈ വരാന്തയിൽ കിടക്കുന്നു എന്നത് കാണുമ്പോൾ അത് അങ്ങേയറ്റം വേദനയും, ഇതാണോ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് ചോദിക്കാനും തോന്നുകയാണ്. കാരണം നമ്മുടെ ആശുപത്രികളിലെ ഈ സൗകര്യങ്ങൾ എന്ന് വികസിക്കും? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ചിലതൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത്തരത്തിൽ ആളുകൾ ഒരു ഗതികേടിലേക്ക് എത്തേണ്ടത്, ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.